ഹെല്ലോ, ഹിസ്റ്റോറിക്കൽ ടൂറിസം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു ആധുനിക ടൂർ ഗൈഡിന് എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്? നമുക്കിന്നതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. നിങ്ങളുടെ പരീക്ഷാ പഠനത്തിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതെല്ലാം മാമു കോളേജിലെ ഹിസ്റ്ററി പ്രൊഫസറായ ഡോക്ടർ അജ്മൽ മോയിൻ തയ്യാറാക്കിയ നിങ്ങളുടെ ഒഫീഷ്യൽ സ്റ്റഡി മെറ്റീരിയൽസിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ, ഇതിലെ ഓരോ പോയിന്റും പരീക്ഷയ്ക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ഒരു ടൂർ ഗൈഡിന് വേണ്ട കഴിവുകൾ എന്തൊക്കെയാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ഈ 5 ഭാഗങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിക്കാൻ എളുപ്പമാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. ആരാണ് ഒരു ടൂർ ഗൈഡ്? ചിലർ വിചാരിക്കും സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്ത് സംസാരിക്കുന്ന ഒരാൾ അത്രയല്ലേ ഉള്ളൂന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് ഒരു ടൂർ ഗൈഡിന്റെ റോള് വളരെ വലുതാണ്. ഈ നിർവചനം ഒന്ന് നോക്കൂ. ഇവിടെ പ്രൊഫഷണൽ, പിന്നെ ലക്ഷ്യസ്ഥാനത്തിന്റെ പ്രതിനിധി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു ഗൈഡ് വെറുമൊരു വഴികാട്ടി മാത്രമല്ല, അവർ ആ നാടിന്റെയും സംസ്കാരത്തിന്റെയും ഒരു അംബാസിഡർ കൂടിയാണ്. കണ്ടില്ലേ, ഒരു ടൂർ ഗൈഡ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയുണ്ട്? ഒരു ചരിത്രകാരനുണ്ട്, ഒരു കഥാകാരനുണ്ട്, പിന്നെ ഒരു മാനേജർ, ഒരു പ്രോബ്ലം സോൾവർ. ഇങ്ങനെ ഒരേ സമയം പല റോളുകൾ അവർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് ഈ ജോലിയുടെ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പോ ഒരു ഗൈഡിനു വേണ്ട കഴിവുകളെക്കുറിച്ച് പറയുന്നതിനു മുൻപ് അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഒരു ടൂർ എങ്ങനെയാണ് വിജയകരമായി നടത്തുന്നതെന്ന് ഈ സ്ലൈഡ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ടൂറിന് മുൻപുള്ള നല്ല തയ്യാറെടുപ്പ്, ടൂറിനിടയിലുള്ള കൃത്യമായ നടത്തിപ്പ്, പിന്നെ ടൂർ കഴിഞ്ഞ ശേഷമുള്ള ഫീഡ്ബാക്ക് എടുക്കൽ. ഈ 3 ഘട്ടങ്ങളും ഒരുപോലെ പ്രധാനമാണ്. ഇനി നമുക്ക് ഒരു ഗൈഡിന് ഏറ്റവും അത്യാവശ്യമായ ചില പേഴ്സണൽ സ്കിൽസിനെക്കുറിച്ച് സംസാരിക്കാം. ഈ കഴിവുകളാണ് ശരിക്കും ടൂറിസ്റ്റുകളുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി ഈ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. ഒരു ടൂർ ഗൈഡിന് വേണ്ട ഏറ്റവും വിലപ്പെട്ട കഴിവെന്ന് പറയുന്നത് കഥ പറയാനുള്ള കഴിവാണ്. വെറുതെ കുറേ വിവരങ്ങൾ പറഞ്ഞു പോകുന്നതിനു പകരം നല്ല അടിപൊളി കഥകളിലൂടെ ചരിത്രത്തിന് ജീവൻ കൊടുക്കാൻ ഒരു ഗൈഡിന് കഴിയണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റോറി ടെല്ലിങ്ങിന് ഇത്രയധികം പ്രാധാന്യം? വെറുതെ ഫാക്ട്സ് പറഞ്ഞാ പോരെ? പോരാ. എന്തുകൊണ്ടായിരിക്കും കഥകൾ നമ്മുടെയൊക്കെ മനസ്സിൽ അത്രയധികം തങ്ങി നിൽക്കുന്നത്? നമുക്ക് നോക്കാം. ഒരു നല്ല കഥയ്ക്ക് ചരിത്രത്തെ ജീവസുറ്റതാക്കാൻ പറ്റും. അത് കേട്ടിരിക്കുന്നവരെ ആകർഷിക്കും, രസിപ്പിക്കും. ആ സ്ഥലത്തോട് അവർക്കൊരു പേഴ്സണൽ കണക്ഷൻ തോന്നും. പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഥയായി കേട്ടാൽ വിവരങ്ങൾ പെട്ടെന്ന് മറന്നുപോകില്ല. ഈ ഉദാഹരണം നോക്കൂ. ബേപ്പൂരിൽ ഉരു ഉണ്ടാക്കാറുണ്ട് എന്ന് പറയുന്നതും പണ്ട് സുഗന്ധദ്രവ്യങ്ങളും നിധികളുമായി ഒരു ബേപ്പൂർ ഉരു അറബിക്കടലിലൂടെ അങ്ങ് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര പോയ കഥ പറയുന്നതും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടല്ലേ? ആ രണ്ടാമത്തേത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം വരും. അത് നമ്മൾ ഒരിക്കലും മറിക്കില്ല. ആളുകളുമായി സംസാരിച്ച് നല്ല ബന്ധമുണ്ടാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഒരു ടൂർ യാതൊരു കുഴപ്പമില്ലാതെ സുരക്ഷിതമായി കൊണ്ടുപോകുന്നത്. അതിനുവേണ്ട പ്രാക്ടിക്കൽ സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേതൃത്വഗുണവും അതുപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവും. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. ഒന്ന്, ഗ്രൂപ്പിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും. മറ്റേത്, പെട്ടെന്ന് കാലാവസ്ഥ മാറുമ്പോഴോ വഴിയിൽ ബ്ലോക്ക് വരുമ്പോഴൊക്കെ പ്ലാൻ മാറ്റാൻ സഹായിക്കും. ഒരു നല്ല ഗൈഡിന് ഇത് രണ്ടും ഒരുപോലെ വേണം. ഇതുകൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വഴികൾ കൃത്യമായി അറിയണം, സമയം കറക്റ്റായി പാലിക്കണം, പിന്നെ ആർക്കെങ്കിലും ചെറിയ അപകടം പറ്റിയാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ 100% സത്യസന്ധവും കൃത്യവുമാണെന്ന് ഉറപ്പുവരുത്തണം. കാരണം ടൂറിസ്റ്റുകളുടെ സുരക്ഷയും വിശ്വാസവുമാണ് ഏറ്റവും പ്രധാനം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒരു നല്ല ഗൈഡിനു വേണ്ട അടിസ്ഥാന കഴിവുകളെക്കുറിച്ചാണ്. പക്ഷേ ഇന്നത്തെ ഈ ലോകത്ത് ഒരു ഗൈഡിനെ വെറുമൊരു നല്ല ഗൈഡിൽ നിന്നും ഒരു മികച്ച ഗൈഡാക്കി മാറ്റുന്ന ആ എക്സ്ട്രാ ക്വാളിറ്റി എന്തായിരിക്കും? നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇന്നത്തെ ഒരു ടൂർ ഗൈഡിന് മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കാൻ സഹായിക്കുന്ന ചില പുതിയ കഴിവുകളെക്കുറിച്ചും ടെക്നോളജിയുടെ ഉപയോഗത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഒരു മികച്ച ഗൈഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ഇതാണ്: കൾച്ചറൽ സെൻസിറ്റിവിറ്റി. അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളുടെ സംസ്കാരത്തെയും അവർ സന്ദർശിക്കുന്ന നാടിന്റെ സംസ്കാരത്തെയും ഒരുപോലെ ബഹുമാനിക്കാനുള്ള കഴിവ്. ഈ ടേബിളൊന്ന് നോക്കൂ.
ഇന്നത്തെ ടെക്നോളജി ഒരു ഗൈഡിന്റെ കഴിവിനെ എത്രത്തോളം മെച്ചപ്പെടുത്തുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഗൈഡിന് പകരമാവുകയല്ല ടെക്നോളജി ചെയ്യുന്നത്, മറിച്ച് ഗൈഡിന്റെ ഒരു സൂപ്പർ പവറായി മാറുകയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഹംപിയിലെ ആ പഴയ ക്ഷേത്രങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു എന്ന് ഒരു AR ഗ്ലാസിലൂടെ ടൂറിസ്റ്റുകൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതെന്തൊരു അനുഭവമായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ എല്ലാം ചുരുക്കം ഇതാണ്: ഒരു വിജയകരമായ ടൂർ ഗൈഡ് എന്നത് വെറും വിവരങ്ങൾ തരുന്ന ഒരാളല്ല, മറിച്ച് ടൂറിസ്റ്റുകൾക്ക് ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കാൻ പറ്റുന്ന നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരാളാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്നുകൂടി പെട്ടെന്ന് നോക്കാം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സ്റ്റോറി ടെല്ലിംഗ്, കൾച്ചറൽ സെൻസിറ്റിവിറ്റി, ലീഡർഷിപ്പ്, ടെക്നോളജിയുടെ ഉപയോഗം, പിന്നെ സുരക്ഷ. ഈ 5 കാര്യങ്ങൾ മനസ്സിലുറപ്പിച്ചോളൂ. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെയും ഒക്കെ ഈ കാലത്ത് ഒരു ടെക്നോളജിക്കും പകരം വയ്ക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനായ ഗൈഡിന് മാത്രം നൽകാൻ കഴിയുന്ന ആ ഒരു മാന്ത്രികമായ കഴിവെന്തായിരിക്കും? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ പരീക്ഷകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.